My precious children of God, especially all the women who are listening to this word of God, I greet each one of you in the name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, പ്രത്യേകിച്ച് വനിതകളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. If you read Psalm 33 verse 12, it says, "Blessed is the man whose God is the Lord, the people he has chosen as his own inheritance." 33-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് എന്നത്രേ. And we read about it in Psalm 144 verse 15 also. 144-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം നാം വായിക്കുമ്പോൾ, God chose many people as his own people. ദൈവം തന്റെ സ്വന്തം ജനമായി ജനങ്ങളെ തിരഞ്ഞെടുത്തത് നമുക്ക് In the കാണാം. Old Testament we read about Abraham, Jacob, David, Daniel and so on as his own people. വേദപുസ്തകം വായിച്ചാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാനിയേൽ തുടങ്ങിയവർ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് കാണുവാൻ And in കഴിയുന്നു. the New Testament also his own disciples, Peter, John and so many other people were chosen by him as his own people. പത്രോസും യോഹന്നാനും ഉൾപ്പെടെയുള്ള ആളുകളെ പുതിയ നിയമത്തിൽ യേശു തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത് നമുക്ക് കാണാം. In the same way, many ladies also, many women also were chosen by the Lord as his own people. അതുപോലെ അനേക സ്ത്രീകളെയും തനിക്ക് സ്വന്തമായി കർത്താവ് തിരഞ്ഞെടുത്തു. In the New Testament we read about Sarah, Ruth and so many ladies. പഴയ നിയമത്തിൽ സാറ, റൂത്ത് തുടങ്ങിയ പല സ്ത്രീകളെക്കുറിച്ചും നാം And വായിക്കുന്നു. in the New Testament we read about Mother Mary, Elizabeth and so many other sisters. പുതിയ നിയമത്തിലോ മറിയ, എലിസബത്ത് തുടങ്ങി പല സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും. Yes, my friends, we should be a chosen vessel by the Lord. പ്രിയരെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. How to have that quality in our own life? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഒരു തരം We ഉണ്ടാക്കിയെടുക്കാം. read in Luke chapter 1 verse 48 says like this. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. This verse says about Mother Mary. മറിയെക്കുറിച്ചാണ് ഈ വാക്യം പ്രതിപാദിക്കുന്നത്. She was called by the Lord as his own daughter. ദൈവത്തിന്റെ സ്വന്തം മകളായി വിളിക്കപ്പെട്ടവളാണ് അവൾ. She was a chosen vessel. അവൾ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. Do you know why? എന്തുകൊണ്ടാണ് അങ്ങനെ? Because of her humility God chose her. അവളുടെ താഴ്മ നിമിത്തമാണ് അവളെ തിരഞ്ഞെടുത്തത്. Even in Proverbs 3:34, James 4:6 and 1 Peter 5:5 we read that we have to have humility to have God's blessings. സദൃശ്യവാക്യങ്ങൾ 3:34, യാക്കോബ് 4:6, 1 പത്രോസ് 5:5 തുടങ്ങിയ വാക്യങ്ങളിൽ താഴ്മയെക്കുറിച്ച് നാം വായിക്കുന്നു. God gives grace to the humble. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. Mother Mary was a humble person. മറിയ ഒരു താഴ്മയുള്ള വ്യക്തിയായിരുന്നു. Because of that, God chose her to be the mother of Jesus Christ. അതുകൊണ്ടാണ് അവളെ യേശുവിന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്തത്. And Jesus Christ himself showed us as an example and he humbled himself to the cross. അതുപോലെ യേശുവും ക്രൂശിൽ തന്നെത്താനെ താഴ്ത്തി കൊടുത്തുകൊണ്ട് മാതൃകയായി തീർന്നു. Philippians chapter 2 verse 8 says so. ഫിലിപ്പിയർ 2:8 വാക്യം അങ്ങനെ പറയുന്നു. Mother Mary was related to one Elizabeth who was the mother of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്തുമായി മറിയയ്ക്ക് ബന്ധമുണ്ട്. Both were pregnant women. രണ്ടുപേരും ഗർഭിണികളായിരുന്നു. And Elizabeth said when she met the mother of Jesus Christ, when she came to her house, she said, "How nice it is to have the mother of Jesus Christ to come home and wish me." അവൾ എലിസബത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കലേക്ക് വരുന്ന മാനം എനിക്ക് എങ്ങനെ ഉണ്ടായെന്ന് അവൾ ആശ്ചര്യപ്പെടുകയാണ്. Blessed are you among women. നീ സ്ത്രീകളിൽ ഭാഗ്യമുള്ളവളാണ്. How Mary, a simple woman, got this blessing? ഒരു സാധാരണ സ്ത്രീയായ മറിയയ്ക്ക് ഈ അനുഗ്രഹം എങ്ങനെയാണ് ലഭിച്ചത്?
because she humbled herself to the dust before the Lord. അവൾ ദൈവത്തിന്റെ മുൻപാകെ പൊടിയോളം തന്നെ താഴ്ത്തി. And second thing she had was the fear of God. രണ്ടാമത് അവൾക്ക് ദൈവഭയമുണ്ടായിരുന്നു. Proverbs 31:30 says, whoever has the fear of God, they will be honored. സദൃശ്യവാക്യങ്ങൾ 31:30 പറയുന്നത് യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നാണ്. That verse says, charm is deceitful and beauty is vain, but a woman who fears the Lord, she shall be praised. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. My friends, if you read Luke chapter 2 verses 36 to 38, there we read about a woman called Anna. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഹന്ന എന്ന സ്ത്രീയെക്കുറിച്ച് കാണുവാൻ She കഴിയും. lived with her husband only for 7 years. ഭർത്താവുമൊത്ത് അവൾ 7 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. She was a young widow. അവൾ യൗവനക്കാരിയായ ഒരു വിധവയായിരുന്നു. But you know what she did even that time? എന്നാൽ അക്കാലത്തും അവൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? Open your Bible and read this verse along with me. നിങ്ങൾ വേദപുസ്തകം തുറന്ന് എന്നോടൊപ്പം ഈ വാക്യം വായിക്കുക. Luke 2:37 says, she did not depart from the temple of God, but served God with fastings and prayers night and day. ലൂക്കോസ് 2:37 പറയുന്നു, അവൾ ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. She was a young widow. അവൾ യൗവനക്കാരിയായിരുന്നു. But she has become now 84-year-old woman. ഇപ്പോൾ 84 വയസ്സുള്ള മുതിർന്ന സ്ത്രീയാണ്. Even then she was doing the same thing every day. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെ ചെയ്തു പോരുന്നു. My friends, that is the fear of God. സുഹൃത്തുക്കളെ, ഇതാണ് ദൈവഭയം. Check up your life. നിങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കുക. Mary humbled herself to the dust. മറിയ തന്നെ പൊടിയോളം താഴ്ത്തി. Anna became the prophetess by spending all her time night and day with fasting and prayer in the presence of God. ദൈവസന്നിധിയിൽ രാവും പകലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഹന്ന ഒരു പ്രവാചകയായി തീർന്നു. Let us check up our own lives. നമ്മുടെ സ്വന്തം ജീവിതത്തെ പരിശോധിച്ചു നോക്കാം. Humble yourself before the Lord. എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. And in the same way, have the fear of God. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയം നിങ്ങളിൽ ഉണ്ടാകും. Then God will choose you to be His servant, to be His daughter, and He will bless you abundantly. അപ്പോൾ തന്നെ ദൈവം നിങ്ങളെ അവിടുത്തെ ദാസിയായി അല്ലെങ്കിൽ അവിടുത്തെ മകളായി ഏറ്റെടുത്ത് സമൃദ്ധമായി അനുഗ്രഹിക്കും. My friends, my sisters, we are going to pray and dedicate our lives right now. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ മുറ്റുമായി സമർപ്പിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. The Lord will fill us with His humility and the fear of God. ദൈവം നമ്മെ താഴ്മയാലും ദൈവഭയത്താലും നിറയ്ക്കട്ടെ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, thank you, Lord, for you have come to this world humbling yourself to the dust. കർത്താവെ, പൊടിയോളം താഴ്ത്തി ഈ ലോകത്തേക്ക് അവിടുന്ന് വന്ന കൃപയ്ക്കായി അവിടുത്തേക്ക് നന്ദി. Father, in the same way, remember all of us, your children, Father. പിതാവേ, അതുപോലെ തന്നെ അങ്ങയുടെ മക്കളെ എല്ലാവരെയും നീ ഓർക്കണമേ. All of us women should have humility just like you, Father. സ്ത്രീകളായി ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അവിടുന്ന് താഴ്മ തെരുമാറാകണമേ. Change our hearts. ഹൃദയത്തെ മാറ്റണമേ. Give us a new heart just like you and Mother Mary. അവിടുത്തെ പോലെയും അവിടുത്തെ അമ്മയായ മറിയെ പോലെയും താഴ്മയുള്ള ഹൃദയം തരണമേ. Give us humility and bless us, ഞങ്ങളെ Father. താഴ്മ ധരിപ്പിച്ച് അനുഗ്രഹിക്കണമേ. In the same way, just like Anna the prophetess, Lord, give us grace to spend all our time, whenever we have free time, to be in your presence. കർത്താവേ, ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഹന്നയെപ്പോലെ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ചൊരിയുമാറാകണമേ. Bless Lord with these two blessings, two qualities of yours with all of us, our dear sisters. They are all humbling themselves before you, Father. Bless them, Lord. കർത്താവെ, ഈ 2 അനുഗ്രഹങ്ങളാൽ, ഈ 2 വിശേഷണങ്ങളാൽ ഞങ്ങളുടെ സഹോദരിമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. Use them for your glory. അവിടുത്തെ മഹത്വത്തിനായി അവരെ ഉപയോഗിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.